നമ്മൾ നേരെ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നത് ദില്ലിയിലേക്കാണ്. അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ പാർലമെന്റിന്റെ രണ്ട് സഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. മണ്ഡല പുനർനിർണയം, സ്റ്റാർലിങ്ക്, ദേശീയ വിദ്യാഭ്യാസ നയം, വ്യാജ തിരിച്ചറിയൽ കാർഡ്, ആശാവർക്കർമാരുടെ വിഷയമൊക്കെയാണ് ആദ്യ ദിനങ്ങളിൽ സഭയെ പ്രക്ഷുബ്ധമാക്കിയതെങ്കിൽ അവസാന ദിനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് വഖഫ് നിയമ ഭേദഗതിയും അത് പാസാക്കിയ രീതികളുമൊക്കെയായിരുന്നു വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയത്. സ്വാതി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ഈ പാർലമെന്റ് സമ്മേളനം കടന്നു പോകുമ്പോൾ അത് ബാക്കി വെക്കുന്നത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് നോക്കാം. എന്താണ് ഈ പാർലമെന്റ് സമ്മേളനം രാജ്യത്തോട് പറയാൻ ശ്രമിക്കുന്നതെന്ന്? സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനങ്ങൾ ഒരുപാട് വിഷയങ്ങൾ സഭയിൽ ഉയർന്നു വന്നു. പ്രത്യേകിച്ചും ഈ ദേശീയ വിദ്യാഭ്യാസ നയം, ത്രിഭാഷാ നയം, സ്റ്റാർലിങ്ക്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ ആത്യന്തികമായി ഈ സഭയിൽ കേന്ദ്ര സർക്കാർ ഒളിപ്പിച്ചു വച്ചിരുന്നത് വഖഫ് നിയമ ഭേദഗതിയായിരുന്നു. അവസാന ദിനങ്ങളിൽ നമുക്കത് കാണാൻ കഴിഞ്ഞു. പാതിരാത്രിയിൽ പോലും ബില്ല് പാസ്സാക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഇരുട്ടിന്റെ മറവിൽ മണിപ്പൂരിന്റെ പ്രമേയം അവതരിപ്പിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ ഇന്ത്യയോട് പറയുന്ന സന്ദേശം എന്താണ്? ഈ കഴിഞ്ഞു പോയ പാർലമെന്റ് ദിനങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എന്താണ് സ്വാതി? മനു, ഇക്കഴിഞ്ഞ പാർലമെന്റ് ബജറ്റ് സമ്മേളനം വലിയ ഭരണപക്ഷ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾ തന്നെയാണ് പാർലമെന്റിൽ നടന്നത് എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വിവിധ വിഷയങ്ങളിൽ ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ചയായത് എന്ന് തന്നെ പറയേണ്ടി വരും. മണിപ്പൂർ വിഷയം, സ്റ്റാർലിംഗ് വിഷയം, അതുപോലെ ദേശീയ കരട് നയം, വിദ്യാഭ്യാസ കരട് നയം, അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ എമ്പുരാനും ആശാവർക്കർമാരുടെ വിഷയവും ഒക്കെ കഴിഞ്ഞ് വഖഫ് ബില്ലിലേക്ക് വരുമ്പോൾ വഖഫ് ബില്ല് എന്നുള്ളത് തന്നെയായിരുന്നു ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം കേന്ദ്ര സർക്കാരിന്റെ അജണ്ട അത് തന്നെയായിരുന്നു. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വഖഫ് ബില്ല് അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നത്. അത് തന്നെ സാധിച്ചു എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പാതിരാത്രിയോടെ ഈ സമ്മേളനത്തിന്റെ ചർച്ചകളും മറുപടിയും ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി സാക്ഷ്യം വഹിച്ചു. 2:45 വരെ നമ്മുടെ റിപ്പോർട്ടർമാരടക്കം ബ്യൂറോയിൽ നിലനിന്നുകൊണ്ട് ഈ വാർത്തകൾ തരേണ്ട സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം കടന്നുപോയത്. അത്തരത്തിൽ വഖഫ് ബില്ല് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. മറ്റൊന്ന് എമ്പുരാൻ വിഷയം തന്നെയാണ്. രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനുള്ള വിവിധ വിഷയങ്ങൾ ഇത്തവണ പാർലമെന്റിലേക്ക് കടന്നു വന്നു. മണിപ്പൂരിനെ അവസാന ദിവസം രാത്രിയോട് മണിപ്പൂരിന്റെ പ്രമേയം അടക്കം അവതരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിനെ സംസാരിക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ വന്നു. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാസ്സാക്കി എടുത്തെങ്കിൽ കൂടും കടുത്ത പ്രതിരോധവും കടുത്ത പ്രതിഷേധവും ഭരണകക്ഷി എന്ന നിലയിൽ BJPക്ക് ഏൽക്കേണ്ടി വന്നു. BJP അത് നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ വഖഫ് ബില്ല് പാസ്സാക്കിയെടുത്തത്. രാജ്യസഭയിലും ലോക്സഭയിലും കടുത്ത പ്രതിരോധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഇപ്പോൾ രാജ്യമൊട്ടാകെ നടക്കുകയാണ്. വലിയ തരത്തിലുള്ള മുസ്ലിം ലീഗിന്റെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാജ്യത്തെമ്പാടും കൊൽക്കത്ത അടക്കമുള്ള സ്ഥലങ്ങളിൽ, കൊൽക്കത്ത, അഹമ്മദാബാദ് തുടങ്ങിയിടങ്ങളിൽ ഈ തെരുവിലേക്ക് ഇറങ്ങി മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകും. ഇതിൽ മറ്റൊരു കൗതുകകരമായ കാഴ്ച എന്ന് പറയുന്നത് ഈ വഖഫ് ബില്ല് NDA ഈ ബില്ല് പാസ്സാക്കിയെങ്കിൽ പോലും കടുത്ത ഭിന്നത ഈ സഖ്യകക്ഷികൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ വാർത്ത നോക്കുമ്പോൾ JDUവിലെ വീണ്ടും അഞ്ചാമതൊരു നേതാവ് കൂടി രാജിവെക്കുകയാണ്. കടുത്ത സമ്മർദ്ദത്തിലേക്കും അതോടൊപ്പം വലിയ പൊട്ടിത്തെറികളിലേക്കും ഭിന്നതകളിലേക്കും NDA പോകുന്നു എന്നുള്ളത് ഏറ്റവും ആശങ്കാജനകമായി തന്നെ BJP ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നം തന്നെയാണ്. ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഈ സഖ്യകക്ഷികൾക്കിടയിൽ നേരത്തെ തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും മാനിക്കാതെയാണ് ഇപ്പോൾ ഈ പാർലമെന്റിൽ ഇത് പാസ്സാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ JDUവിൽ നിന്നും വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ബീഹാറിലടക്കം നിതീഷ് കുമാറിനെതിരെ വലിയ പോസ്റ്റർ അടക്കം പുറത്തിറക്കിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ വന്നിരുന്നു. അതോടൊപ്പം നേതാക്കൾ രാജിവെക്കുന്നു. മുസ്ലിം വിരുദ്ധമാണ് ഈ ബില്ല് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സഖ്യകക്ഷികൾ തന്നെ പോകുന്നതും BJPക്ക് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്.